ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സൃഷ്ടിസ്ഥിതി സംഹാര വൈഭവമേ പിതാവാം ദൈവമേ നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. ഓംകാരപ്പൊരുളാം യേശുദേവാ സർവലോകരക്ഷക നമോ നമഃ നമോ നമഃ നമോ നമഃ. സർവസ്നേഹസമ്പന്ന പരിശുദ്ധാത്മാവേ ആത്മദർശന ജ്ഞാനമേ നമോ നമഃ നമോ നമഃ നമോ നമഃ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അജിത് സാറാണ്. സാറ് നല്ല തിരക്കിലാണ്. ഈ തിരക്കിനിടയിലും സാറിൻ്റെ സാന്നിധ്യം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. സാറിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളും. അടുത്ത ഈ ചടങ്ങിൽ നമ്മുടെ ഉദ്ഘാടനങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് ബിന്ദു മാഡമാണ്. മാഡത്തിനെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. അടുത്തതായി നമുക്ക് ഇന്നത്തെ ഈ ക്രിസ്മസ് ദിന സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥി പ്രശസ്ത സിനിമാ താരം ശ്രീ ജോബി എസിനെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി എത്തിയ നമ്മുടെ RMO ഡോക്ടർ കല മാഡത്തിനെയും ഈ ചടങ്ങിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ആശംസ അർപ്പിക്കാനായി എത്തിയ നമ്മുടെ ചീഫ് നഴ്സിംഗ് ഓഫീസർ രശ്മി മാഡത്തിനെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ലേ സെക്രട്ടറി ആൻഡ് ട്രഷറർ അനിൽകുമാർ സാറിനെയും ഈ വേദിയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്മസ് പാപ്പയെ ഈ ചടങ്ങിലേക്ക് സന്തോഷം സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ നമ്മുടെ ഈ ക്രിസ്മസ് പരിപാടിയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തോളൂ. ക്രിസ്മസ് നമുക്കറിയാം, എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം തരുന്ന ഉത്സവമാണ്. ഏവരും എല്ലാ വർഷവും ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്തുനിന്ന് നേരുന്നു എല്ലാവർക്കും. ആദ്യമായിട്ട് ഉദ്ഘാടന പ്രസംഗം നടത്താനായിട്ട് ഡോക്ടർ ബിന്ദു മാഡത്തിനെ വിളിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വികാരം സ്നേഹവും നന്മയും സമാധാനവുമാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ എത്രത്തോളം സ്നേഹം പകർന്നു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് എത്രത്തോളം ക്ഷമിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു സമൂഹത്തിന് നല്ല സന്ദേശവും സമാധാനവും നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുദേവൻ്റെ ജനനവും ജീവിതവും നമ്മൾ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇപ്പോഴത്തെ ഒരു സമകാലീന സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും നമ്മൾ വേണ്ടത്, നമ്മൾ എല്ലാവരെയും എല്ലാ തരത്തിലും, അത് ഏത് വിശ്വാസികൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും, സാമ്പത്തികമായിട്ട് ഏത് തലത്തിൽ ഉള്ളവരായാലും, ജോലി നിർവഹണത്തിൽ ഏത് കാറ്റഗറി, അതായത് ഔന്നത്യത്തിലിരിക്കുന്നയാളും വളരെ താഴ്ന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ അത് നമ്മുടെ ജോലിയുടെ കേഡർ സ്വഭാവം വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹനീയമായ സ്ഥാനമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും, എനിക്ക് മുമ്പിലിരിക്കുന്ന എല്ലാവരും, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ ആലോചിച്ചാൽ അറിയാം, ലോകം മൊത്തം ഒന്നായി മാത്രം നമ്മൾ കാണുക, നമ്മുടെ രാജ്യം മാത്രമല്ല.
അപ്പോൾ എല്ലാവരും ഏറ്റവും ചെറിയ രീതിയിലും ഏറ്റവും വലിയ രീതിയിലും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ആ ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രമാണ് ഇത് കൊണ്ടുപോകുന്നതെന്നോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ആൾബലവും സാമ്പത്തിക ബലവും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് ലോകം തിരിയുന്നത് എന്നുള്ള ചിന്തകൾ നമുക്ക് പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യവും. നമ്മുടെ കുട്ടികളെ അവരെ ആ ബോധത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇനി പുതിയതായിട്ട് വളരുന്ന തലമുറയ്ക്കാണ് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും സുന്ദരമായ ഒരു കാഴ്ചപ്പാടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കോട്ടയത്താണ് ഞാൻ വളർന്നത്. ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ക്രിസ്മസ് എപ്പോഴും നല്ല നല്ല ഓർമ്മകളാണ്. ആ കുഞ്ഞുനാളിൽ നമ്മൾ സ്വന്തമായിട്ട് പുൽക്കൂട് കെട്ടുന്നതും എല്ലാം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ സ്വന്തമായിട്ടാണ് കമ്പൊക്കെ വെച്ച് കെട്ടുന്നതും. ഒരുതരം പൂട പോലത്തെ ഒരു പുല്ലുണ്ട്. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതെടുത്തിട്ടാണ് അതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കുന്നതും ഉണ്ണിയേശുവിനെയൊക്കെ വെക്കുന്നതും നക്ഷത്രവും ലൈറ്റുകളും. അതൊക്കെ നമ്മൾ സ്കൂൾ തലത്തിലും വലുതായി MBBSനൊക്കെ കയറുന്ന സമയം വരെയും കോട്ടയത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആഘോഷിക്കും. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒത്തുചേരൽ. പ്രത്യേകിച്ചും നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് തിരക്കുകളുടെ ഇടയിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ പല ടെൻഷനുകളും ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒത്തുചേരാൻ കിട്ടുന്ന അവസരങ്ങൾ ഇതൊക്കെയാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ നല്ല നിറസന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് ക്ഷമിക്കാനും തെറ്റുകൾ കുറച്ചൊക്കെ മറക്കാനും പിന്നെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാനും എല്ലാവരും ശ്രമിക്കണം. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് SATയെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ അമ്മമാരെയും ഗർഭിണികളായ അമ്മമാരെയും കുഞ്ഞുങ്ങളെയുമാണ് നമ്മളിവിടെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരുടെ മനസ്സും ഓരോരുത്തരുടെ മുഖവും പുഞ്ചിരിയോടുകൂടി തന്നെയാണ് പലപ്പോഴും എല്ലാ ജീവനക്കാരും. അത് SATയുടെ ഒരു പ്രത്യേകതയാണ്. അത് എന്നും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ദിനാശംസയും അതോടൊപ്പം നമുക്ക് വരാനിരിക്കുന്ന പുതുവർഷം 2026 നമുക്ക് എല്ലാവിധ സമാധാനവും ഐശ്വര്യവും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് ചുറ്റും നമുക്ക് ലോകത്തിനും അത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ദിനാഘോഷം വളരെ ഭംഗിയോടുകൂടി നടത്താൻ നമ്മുടെ സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി അതിന് മുൻകൈ എടുത്തു. സാരെങ്കിലും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുണ്യ സ്ഥലത്ത് വന്ന് നിങ്ങളോട് ഇങ്ങനെ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഈ ഒരു നിമിഷം. ലോകത്തെവിടെയും ഒരു കുഞ്ഞ് പിറന്ന അതിനെ വർഷത്തിലൊരിക്കൽ ഇതുപോലെ ആചരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ SATയിൽ കൊല്ലത്തിൽ 365 ദിവസവും കുഞ്ഞ് പിറന്നതിൻ്റെ ആഘോഷമാണ്. അത് ഒന്നിലേറെ യേശുക്രിസ്തുകൾ അല്ലെങ്കിൽ പിറന്നിരിക്കുക ഉണ്ണികൾ പിറക്കുന്ന ഈ പുൽക്കൂട്ടിൽ ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന പുൽക്കൂട് തീർച്ചയായും അതിനേറ്റവും അർഹതപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ഈ പുൽക്കൂട്ടിൽ നിറഞ്ഞിരിക്കുന്ന പുൽക്കൂട്ടിനകത്തിരിക്കുന്ന രാജാക്കന്മാരും ആട്ടിടയന്മാരും മാലാഖമാരും ഒക്കെ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെയാണ് ഏറ്റവും പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത്. ഞാനിത് ഒരിക്കൽ മാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഇവിടെ ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റുഡിയോ ബിനു ഇരിക്കുന്നു, അതുപോലെ തന്നെ ശർമാജി ക്യാമറ എടുക്കുന്നു, അങ്ങനെ എല്ലാവരും ഇരിക്കുന്നവർ എല്ലാവരും ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഇതിയാണ്. അങ്ങനെ നമ്മുടെ ദീപു നന്ദു അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റുഡിയോയുമായിട്ട് ഞാൻ ഒത്തിരി ബന്ധപ്പെട്ടു. അത് നേരത്തെ ബിന്ദു മാഡം പറഞ്ഞ ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം DMO ആയിരുന്നപ്പോഴും പ്രിൻസിപ്പൾ ആയിരുന്നപ്പോഴും ഒക്കെ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്.
എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം SATയിൽ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് ഞാൻ പറയുന്നത് ഒരുപാട് സന്തോഷം. ബിന്ദു മാഡം ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് തന്നെ ഈ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും, പ്രത്യേകിച്ച് പറഞ്ഞ ക്ഷമയുടെ കാര്യമാണ്. നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് ഒക്കെ ഈ ഒരു നിമിഷം നമ്മൾ ക്രിസ്മസ് സന്ദേശം എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞുവല്ലോ, ഏറ്റവും കൂടുതൽ സന്ദേശം നിങ്ങളാണ്. ഇതിൽ കൂടുതൽ എനിക്കെന്ത് സന്ദേശം? നിങ്ങളാണ് ഈ സന്ദേശം എനിക്കിപ്പോൾ തരുന്നത് എന്നുള്ളതാണ്. ഈ സന്ദേശം നിങ്ങൾ വഴി എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ചൊരു സന്ദേശം നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ആ സന്ദേശം, നിങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളാനാണ് സത്യത്തിൽ ഞാനിവിടെ വന്നത്. ഇവിടെ ഓരോ കുഞ്ഞ് പിറക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള നിങ്ങളെ ഓരോരുത്തരുടെയും, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഓരോരുത്തരുടെയും സ്നേഹമായ ഒരു കൈപുണ്യം എന്ന് പറയാം. കൈപുണ്യം അതൊരു വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. പാട്ടുകൾ പാടി ജോയി എന്ന് പറഞ്ഞ അദ്ദേഹം പേര് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം നന്നായി പാടുന്ന കേട്ടു. മറ്റേ അദ്ദേഹവും നന്നായിട്ട് പാടുന്ന, ഞാൻ വന്നപ്പോൾ പാടിയ പാട്ട് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, ആ പാട്ട്. അപ്പോൾ ഒരു ധനുമാസത്തിൽ ഉണ്ണി പറഞ്ഞ ആ സ്ഥലത്തെപ്പറ്റി പറയുകയാണ്.